ഹായ് ഹലോ എല്ലാവർക്കും പൊന്നേരി സേബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പാർട്ട് 5 ആണ്. അപ്പോൾ നമ്മൾ പാർട്ട് 5 എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു വെരി ഗുഡ് ഡേ ആശംസിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ രാവിലെ ഉറക്കെഴുന്നേറ്റിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് രാവിലെ എത്ര പോകാം കുറച്ച്, ഞാൻ ഒരുപാട് വലിയ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് വേർഡ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ വലിയ അറബി പഠിപ്പിക്കൽ ടീച്ചിങ് ട്യൂട്ടോറിയലൊന്നുമല്ല. ഓക്കെ, പേഴ്സണലി എനിക്ക് കുറച്ച് കമൻറ്റൊക്കെ വരുന്നുണ്ട് ഞാനിത് ചെയ്യുന്നതിന്. എൻ്റെ ചാനൽ വന്നില്ലെങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് 2-3 കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. കമൻറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്തോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സൂര്യൻ എന്താണ് അറബിയിൽ പറയുന്നതെന്നറിയോ? സൂര്യന് പറയുന്നത് ഷംസ് എന്നാണ്. ഷംസ്, അത് നല്ല ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു വേർഡാണ് ഷംസ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, അപ്പോൾ ചന്ദ്രന് പറയുന്നത് ഇതെന്ന്? സൂര്യന് പറയുന്നത് ഷംസ് എന്നാണെങ്കിൽ ചന്ദ്രൻ എന്തായിരിക്കും പറയുന്നതെന്ന് ഒരു ഡൗട്ട് തോന്നാം. അപ്പോൾ ചന്ദ്രന് പറയുന്നത് ബദർ എന്നാണ്. ബദർ. ഓക്കെ, പിന്നീട് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി ഒന്നും വേണ്ട, പെൺകുട്ടിക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം. പെൺകുട്ടിക്ക് പറയുന്നത് ബിന്ദ് എന്നാണ്, അല്ലെങ്കിൽ ബിന്ദി എന്നും വിളിക്കാം, ബിന്ദ് എന്നും പറയാം. പെൺകുട്ടി എന്ന് പറയുമ്പോൾ ബിന്ദ് എന്നേ വരുന്നുള്ളൂ. ബിന്ദി എന്ന് ഇവിടെ അമ്മ പറയും. ബിന്ദി ആന ബിന്ദി വേന എന്നൊക്കെ ചോദിക്കും, അങ്ങനെയും പറയാം. പിന്നീട് അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, അപ്പോൾ ഇനി ആൺകുട്ടിയുടെ എന്തായാലും പറയണമല്ലോ. ആൺകുട്ടിക്ക് പറയുന്നത് വലത് എന്നാണ്. വലത്, ആൺകുട്ടി എന്ന് മീനിങ് വരും. ഇനി പറയുന്നത് പുരുഷൻ എന്നുള്ളതിന് എന്താണെന്നാണ്. പുരുഷന് നമുക്ക് റജൂൽ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റയാൽ എന്നും പറയാം. റയാൽ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല അതിനകത്ത്. ഇവിടെ റയാൽ മായിജി എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ഇനി നമുക്ക് ഭർത്താവിന് എന്തോ പറയുന്നതെന്ന് നോക്കാം. ഭർത്താവിന് പറയുന്നത് സൗജ് എന്നാണ്. അപ്പോൾ ഭാര്യയ്ക്ക് പറയുന്നത് സൗജ എന്നുമാണ്. സൗജ് ആൻഡ് സൗജ. നമ്മൾ മലയാളികൾക്ക് ആ ഒരു അറബി ടച്ച് വരത്തില്ല. ചെറിയൊരു സൗജ, ആ ജായ്ക്ക് അവർ പറയുമ്പോൾ ഒരു എഫക്റ്റ് വരും. എനിക്ക് ആ ഒരു എഫക്റ്റ് വരത്തില്ല. നമുക്ക് ആ ഒരു ജാ തന്നെ വരത്തുള്ളൂ. അവർക്ക് ആ ഒരു അതിനെന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ആ ഒരു എഫക്റ്റ് വരും. എന്നാലും നമുക്ക് കേൾക്കുമ്പോൾ വെയിനെ സോജ്, ഇൻഡി സോജ് സൈനെ അങ്ങനെയൊക്കെ അമ്മൂമ്മ എന്നോട് ചോദിക്കാറുണ്ട്. എൻ്റെ ഭർത്താവ് നല്ലവനാണോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഇൻഡി സോജ് സൈനെ അങ്ങനെയാണ് ചോദിക്കാറ്. അപ്പം അതുകൊണ്ട് വലിയൊരു വ്യത്യാസമില്ല, ചെറിയൊരു ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഉള്ളൂ. അപ്പം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകളുമായി മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.